ഈ കാണുന്നതാണ് സ്ത്രീകളുടെ ഗർഭപാത്രം. ഈ ഗർഭപാത്രത്തിനകത്ത് കാണുന്ന അതിനാണ് നമ്മൾ എൻഡോമെട്രിയം അഥവാ യൂട്രസിൻ്റെ ആവരണം എന്ന് പറയുന്നത്. ഈ ആവരണമാണ് സ്ത്രീകൾക്ക് എല്ലാ മാസവും ബ്ലീഡിംഗ് ആയിട്ട് വെളി വരുന്നത്. അപ്പോൾ ഈ ആവരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ആവരണത്തിലാണ് ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നത്. ഈ കാണുന്ന രണ്ടെണ്ണമാണ് നമ്മുടെ അണ്ഡാശയം. ഈ അണ്ഡാശയത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ മാസവും ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യും. ഈ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് ഒരു 14ാമത്തെ ദിവസം അണ്ടോൽപാനം നടക്കും. അപ്പം ഒരാൾക്ക് സാധാരണ രീതിയിൽ നാച്ചുറലി പ്രഗ്നൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഫോളിക്കിൾ എന്ത് ചെയ്യണം, ഈ ഫോളിക്കിൾ ഇതിലേക്കൂടെ കയറി ഈ ട്യൂബിൽ വരും. ഏകദേശം ആ സമയത്ത് തന്നെ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബീജാണുക്കൾ എന്ത് ചെയ്യും, ഇതിലേക്കൂടെ കയറി യൂട്രസിൻ്റെ ആവരണത്തിൽ കൂടെ കയറി ട്യൂബിൽ വരും. ഈ ട്യൂബിലാണ് ഇത് സംയോജിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് പ്രഗ്നൻസി ആവുന്നില്ല അല്ലെങ്കിൽ ഗർഭധാരണം ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അവരെ സ്കാനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള പരിശോധനകളോ ചെയ്ത് അവരുടെ ഓവറിയിൽ അണ്ടോൽപാനം നടക്കുന്നുണ്ടോ, കൃത്യമായിട്ട് അണ്ടങ്ങളുണ്ടോ, അണ്ടോൽപാനം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം.